നമുക്ക് റീസെൻ്റ്ലി അണ്ടർ ബോഡി കോട്ടിങ്ങും സൈലൻസർ കോട്ടിങ്ങും ചെയ്യാനായിട്ട് വന്നൊരു വർക്കിലാണിത്. ഈ വർക്കിൽ ഓൾമോസ്റ്റ് 1 month ഓൾഡ് ആണ്. അപ്പോൾ നമ്മളിത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ക്ലീനിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ അടിയിൽ ഓൾറെഡി ഒരു അണ്ടർ ബോഡി കോട്ടിങ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ കണ്ടത്. നമുക്ക് ആ ഒരു കോട്ടിങ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ വണ്ടി ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. അപ്പം നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ വെഹിക്കിളിൻ്റെ അണ്ടർ ബോഡിയാണിത്. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും ഡീസൽ വാഷ് റെസിസ്റ്റൻ്റ് ആയിരിക്കണം ഈ അണ്ടർ ബോഡി കോട്ടിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും, ഇത് കംപ്ലീറ്റ് ഇളകി വരികയാണ്. ഈ നമ്മൾ അണ്ടർ ബോഡി നേരത്തെ ചെയ്തേക്കുന്നത് എവിടെയാണെന്നാണ് നമുക്കറിയില്ല. അപ്പോൾ മാത്രമല്ല, ഇങ്ങനെ കംപ്ലീറ്റ് നമുക്ക് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് അണ്ടർ ബോഡി നേരത്തെ ചെയ്തേക്കുന്നത് പീൽ ഓഫ് ആയി വരികയാണ്. അപ്പം ഇങ്ങനെയുള്ള അണ്ടർ ബോഡി കോട്ടിങ്സ് ചെയ്താൽ മാക്സിമം ഒരു 6 months ആകുമ്പോഴത്തേക്ക് തന്നെ കംപ്ലീറ്റ് പീൽ ഓഫ് ആയി കംപ്ലീറ്റ് നമ്മുടെ വണ്ടിയുടെ അടിഭാഗം എക്സ്പോസ്ഡ് ആയിപ്പോകും. ബേസിക്കലി നമ്മൾ അണ്ടർ ബോഡി കോട്ടിങ് ചെയ്യുന്നത് അതിനകത്തുള്ള റസ്റ്റിംഗ് അവോയ്ഡ് ചെയ്യാനും നമ്മുടെ വെഹിക്കിളിൻ്റെ അണ്ടർ ബോഡിക്ക് കുറച്ചുകൂടെ ഒരു ലൈഫ് അല്ലെങ്കിൽ ഡ്യൂറബിലിറ്റി കിട്ടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ഓട്ടോക്രോമയിൽ യൂസ് ചെയ്യുന്ന പ്രോപ്പറുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള 3M അല്ലെങ്കിൽ PPGയുടെ അണ്ടർ ബോഡി കോട്ടിങ്സ് ആണ്. മാത്രമല്ല സൈലൻസർ കോട്ടിങ് ഇതിനകത്ത് ചെയ്തിട്ടില്ല. അതും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തിരിക്കുന്നത് എപ്പോഴും സൈലൻസറിൻ്റെ ലൈഫിന് നല്ലതാണ്. അത് ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുമാണ്. അപ്പോൾ ഈ വെഹിക്കിളിൽ ഇപ്പം അപ്ലൈ ചെയ്തേക്കുന്നത് പോലെ അല്ലാത്തതും ഓട്ടോക്രോമിൽ നിന്നും തരുന്നതുമായിട്ടുള്ള ഡ്യൂറബിൾ ആയിട്ടുള്ള കോട്ടിങ്സ് ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ഓട്ടോക്രോമ 2.